ദേവസ്വം വകുപ്പിനെ കട്ടുമുടിച്ച ഒരു കോൺഗ്രസ് മന്ത്രിയും സഹോദരനുമുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ഇന്നത്തെ ദേവസ്വം മന്ത്രിയെ രാജിവയ്പ്പിക്കാൻ നടക്കുന്ന കോൺഗ്രസ് കേരളം ഭരിച്ചപ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാർ അഴിമതിയുടെ പര്യായമായിരുന്നു. മന്ത്രിയായിരുന്നപ്പോഴും അതിനുശേഷവും അദ്ദേഹം എന്നും വാർത്തകളിൽ നിറഞ്ഞത് അനധികൃത സ്വത്ത് സമ്പാദനം, നിക്ഷേപക തട്ടിപ്പ്, ED കേസ് എന്നീ വാർത്തകളിലൂടെയായിരുന്നു. മുൻ മന്ത്രി VS ശിവകുമാറിന്റെ വീടിന് മുൻപിൽ പ്രതിഷേധം. അൺഎംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകരാണ് പ്രതിഷേധിക്കുന്നത്. ശിവകുമാറിന്റെ PA ആണ് രാജേന്ദ്രൻ, ബിനാമിയാണ്. അപ്പൊ എല്ലായിടത്തും വസ്തുക്കളൊക്കെ വാങ്ങിക്കണേ അവന്റെ പേരിന്, അവരാണ് ബിനാമിയുടെ പേരാണ് വാങ്ങിക്കുന്നത്. മൂക്കുന്നേലെ 4-5 ഏക്കർ സ്ഥലമാണ് മൂക്കുന്നേലെ. ചേട്ടൻ എത്ര രൂപ നഷ്ടപ്പെട്ടു? 5 ലക്ഷം രൂപ. ബിനാമി പേരിൽ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ മുൻ മന്ത്രി VS ശിവകുമാറിനെതിരെ വിജിലൻസ് FIR സമർപ്പിച്ചു. കോൺഗ്രസ് നേതാവും മുൻ ആരോഗ്യമന്ത്രിയുമായ VS ശിവകുമാർ EDക്ക് മുന്നിൽ ഹാജരായി. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായത്. കൊച്ചിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മന്ത്രി VS ശിവകുമാറിനെതിരെ കടുത്ത വിമർശനം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളാണ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശിവകുമാർ BJPക്ക് വോട്ട് മറിച്ചതായി ഭാരവാഹികൾ ആരോപിച്ചു. ദേവസ്വം വകുപ്പ് കട്ടുമുടിക്കാൻ BJPയെ നേമത്തെ ജയിപ്പിച്ച കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ ഒറ്റയ്ക്കായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഹോദരനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായിരുന്ന VS ജയകുമാറും തന്റെ അഴിമതിയിലെ പങ്ക് കൃത്യമായി നിർവഹിച്ച് ജ്യേഷ്ഠന്റെ പേര് കാത്തുസൂക്ഷിച്ചു. തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി VS ജയകുമാറിനെതിരെ വിജിലൻസ് ത്വരിതാന്വേഷണം തുടങ്ങി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ദേവസ്വം മന്ത്രിയുടെ സഹോദരനും ദേവസ്വം സെക്രട്ടറിയുമായ VS ജയകുമാർ തനിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം സംബന്ധിച്ച് സ്വയം തയ്യാറാക്കിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിന്റെ അനുമതി. ബോർഡ് അംഗം K രാഘവന്റെ കടുത്ത എതിർപ്പ് വകവയ്ക്കാതെയാണ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അംഗം അജയ് തറയിലും മുൻ മന്ത്രിയുടെ സഹോദരന് അനുകൂലമായ തീരുമാനം എടുത്തത്. ഇങ്ങനെ ഒരു അഴിമതിക്കാരന്റെ കയ്യിൽ ദേവസ്വം വകുപ്പ് ഏൽപ്പിച്ച കോൺഗ്രസ് ആണ് ഇന്ന് ക്ഷേത്രങ്ങളെയും ദേവസ്വം ബോർഡുകളെയും ഓർത്ത് മുതലക്കണ്ണീർ പൊഴിക്കുന്നത്. ഭരണം കിട്ടിയാൽ കട്ടുമുടിക്കുക, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇല്ലാത്ത ചാരിത്ര പ്രസംഗം നടത്തുക. ഇതാണ് കോൺഗ്രസ്. കക്കാനും അത് മറച്ചു പിടിക്കാനും ഒരു മടിയുമില്ലാത്ത കോൺഗ്രസ്.